ഗുഡ് മോർണിംഗ്. ഇന്നത്തെ സൺഡേ പരിപാടി ഇതാണ് കേട്ടോ, ക്ലീനിങ്. ഇവിടെ ഒരാൾ ബാക്കിലിരിക്കുന്നുണ്ട്. ഈ ഒരു ഏരിയ എന്നെ കൊണ്ട് തൊടിയിക്കില്ല, ഒരാളെ കൊണ്ട് തൊടിയിക്കാറില്ല. അതുകൊണ്ട് ബാക്കി എല്ലാ സ്ഥലവും ക്ലീൻ ആക്കും. പക്ഷെ ഈ ഒരു സ്ഥലം മാത്രം മാസത്തിൽ ഒരിക്കൽ. അതിപ്പോൾ കഴിഞ്ഞ മാസം രംഷേട്ടൻ ഇല്ലാത്തതുകൊണ്ട് 2 മാസം എന്നുള്ള രീതിയിലേക്കായി. അപ്പോൾ കാരണം ഞങ്ങൾ ആരും തൊടാൻ പാടില്ല എൻ്റെ കൈ തട്ടി കഴിഞ്ഞാൽ എനിക്ക് ചെറിയൊരു പ്രശ്നമുണ്ട്. കയ്യിൽ ചെറിയൊരു ബാലൻസ് കുറവുള്ള കാരണം ചെറിയൊരു പ്രശ്നമുള്ളൂ. എല്ലാതൊന്നും വീഴില്ല കേട്ടോ. എന്നാലും എനിക്ക് പേടിയൊന്നും അത് അത്ര മേലേക്കൊന്നും എത്തില്ല. പിന്നെ കണ്ടോ ആ ഇരുത്തം ഒരു റിസ്ക് ആണ്. എനിക്ക് തന്നെ കംഫർട്ടല്ല. അതിൻ്റെ ഇടയിൽ കൂടെ ട്രോഫിയും കൂടി എടുക്കുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പം ഞങ്ങൾ മാസത്തിലൊരിക്കൽ ചെയ്യുന്ന ഒരു പരിപാടിയാണ്. നമുക്കിവിടെ ക്ലീൻ ചെയ്യാൻ ഒരു കുട്ടി ഉണ്ട്, ഞാൻ പറഞ്ഞില്ലേ. അത് പക്ഷെ ജസ്റ്റ് അടിച്ചു വാരി തുടയ്ക്കാനും പിന്നെ ഇങ്ങനെ ഡസ്റ്റ് ഒക്കെ തട്ടാനും വേണ്ടിയിട്ടാണ് വെച്ചിരിക്കുന്നത്. രംഷേട്ടൻ്റെ അവാർഡുകളൊക്കെ ഓഫീസിലേക്ക് കൊണ്ടുപോവാണ്. രംഷേട്ടൻ്റെ ക്യാബിനിൽ വെക്കാൻ വേണ്ടി കുറെ ദിവസമായി ഇങ്ങനെ പറയണോ അല്ലേ? അത് നന്നായി വെറുതെ സ്ഥലങ്ങളാണ്. അപ്പൊ രംഷേട്ടൻ്റെ ഓഫീസിൽ കിട്ടിയ അവാർഡുകളൊക്കെ ഓഫീസിലേക്ക് കൊണ്ടുവച്ചാൽ നല്ലതാണല്ലോ. അതാകുമ്പോൾ ആരെങ്കിലൊക്കെ പൊടി തട്ടിയിരിക്കും. ഇവിടെ ആകുമ്പോൾ പൊടി തട്ടാതെ ഈ ഒരവസ്ഥയിലിരിക്കും. സ്ഥലം ഇല്ലാത്തോണ്ടേ തിക്കി തിരക്കിട്ടായിരിക്കും. ആക്ച്വലി നല്ല ജോലി ഞാനൊരു തീരുമാനമാക്കി തരും. തരുമോ? ഇതിന്റെ മോൾ ഭാഗത്ത് അത് വളരെ വാല്യുബിൾ ആയിട്ടുള്ള അവാർഡാണ്. ഫുട്ബോളിന് കിട്ടുന്ന ഒരു അവാർഡ് പോലെ ഉണ്ട് കേട്ടോ. ഇവിടെ വെക്കാനും സ്ഥലപരിമിതി ഉണ്ടല്ലോ. ഇത് തന്നെ നമ്മള് അത് വേണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു സ്പേസ് ഉണ്ടാക്കി വെച്ചതാണ് ആക്ച്വലി. അപ്പൊ രംഷേട്ടൻ അവിടെ ട്രോഫി ഒക്കെ റെഡിയാക്കുന്ന സമയം കൊണ്ട് ഞാൻ കിച്ചൺ ഒന്ന് ക്ലീൻ ചെയ്യട്ടെ കേട്ടോ. ഇവിടെ തുടക്കലൊക്കെ ആ കുട്ടി വരുമ്പോൾ ചെയ്യും. പക്ഷെ പാത്രങ്ങളൊക്കെ ഞാൻ തന്നെ ചെയ്യണമല്ലോ. കുറേ പാത്രങ്ങൾ ഇപ്പോൾ നമ്മുടെ ബാക്കറി, ഞാൻ ജോവറിൻ്റെ ബാക്കറിയാണ് ഉണ്ടാക്കാറെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അത് കഴിഞ്ഞു. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി പുതിയ സെറ്റ് വാങ്ങിയിട്ടുണ്ട്. അതൊക്കെ വെക്കണം. അങ്ങനെ കുറേ സാധനങ്ങൾ. ഇനി എന്തൊക്കെയാണ് കഴിഞ്ഞത് വെച്ചാൽ നോട്ട് ലിസ്റ്റ് ഉണ്ടാക്കണം. ഇന്നാണെങ്കിൽ നല്ല കച്ചറയാണ് കേട്ടോ. കിച്ചൺ ഭയങ്കര കച്ചറയാണ്. കുറേ കാര്യങ്ങൾ ഉണ്ടാക്കാൻ ഒക്കെ ഉണ്ടായിരുന്നു. ഫുൾ കച്ചറയായിട്ട് കിടക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം കിച്ചൺ കംപ്ലീറ്റ് ക്ലീൻ ചെയ്യാൻ. അപ്പോൾ അതെ നമ്മളിനി ബാത്റൂമും കൂടെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് പരിപാടി അവസാനിപ്പിക്കാം. ഇതാണ് നമ്മുടെ ഡ്രൈ ഏരിയ. ഇതൊക്കെ നമ്മുടെ ഹോം ടൂറിൽ കാണിച്ചിട്ടില്ല. ചൂല്, മോപ്പ്, ബക്കറ്റുകൾ. ഈ ഒരു ഡ്രൈ ഏരിയ ഭയങ്കര ഉപകാരമാണെന്ന് ഞാൻ എപ്പോഴും പറയാറില്ല. ഞങ്ങളുടെ എല്ലാ സാധനങ്ങളും കച്ചറൊക്കെ. അപ്പോൾ ഇതാണ് എൻ്റെ ബാത്റൂം ടൂൾസ്. ഇത് ഒരു അടിപൊളി പ്രോഡക്റ്റ് ആണ് കേട്ടോ. ഈ ഒരു അഗാരോന്റെ ഇലക്ട്രിക് സ്പിൻ സ്ക്രബ്ബർ. അത് നല്ല യൂസ്ഫുൾ ആണ്. കാരണം കൈ കൊണ്ടുള്ള പണിയില്ല. അത് അടിപൊളിയാണ്. അപ്പം അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഇത് വന്നതിന് ശേഷം ബാത്റൂം ക്ലീനിങ് അല്ല, എല്ലാ ക്ലീനിങ്ങും ഭയങ്കര ഈസിയാണ്. ഇതാണ് അഗാരോന്റെ റോയൽ ഇലക്ട്രിക് സ്പിൻ സ്ക്രബ്ബർ കേട്ടോ. ഇതാണ് ഇതിൻ്റെ മെയിൻ യൂണിറ്റ്. അതിൽ ബട്ടണും ഉണ്ട്, ഓഫ് ആക്കാനും ഓൺ ആക്കാനും. അതുപോലെ തന്നെ ഇതൊരു വെൽക്രോ ഹെഡാണ് കേട്ടോ. ഇത് നമ്മുടെ ഈ ഒരു മെയിൻ യൂണിറ്റിൽ ഇങ്ങനെ ഘടിപ്പിക്കുക. എന്നിട്ട് ഒരുപാട് ഇതുപോലത്തെ ബ്രഷുകളുണ്ട്. പലതരത്തിനും യൂസ് ചെയ്യുന്ന പലതരത്തിലുള്ള ബ്രഷുകളാണ്. അതിലേത് ബ്രഷാണ് വേണ്ടിച്ചാൽ നമുക്കത് യൂസ് ചെയ്യാം കേട്ടോ. ഇതുപോലെ സ്ക്രബ്ബറും ക്ലോത്തും ഇങ്ങനത്തെയൊക്കെ ആകുമ്പോൾ നമ്മുടെ ആ വെൽക്രോ ഹെഡിൽ നമ്മളിത് ഘടിപ്പിച്ചതിന് ശേഷം അത് നമ്മുടെ മെയിൻ യൂണിറ്റിലേക്ക് ഇതുപോലെ ഘടിപ്പിച്ചിട്ട് നമ്മളിങ്ങനെ ഓൺ ആക്കി കൊടുക്കുക. ഇതിന് 2 സ്പീഡ് ഓപ്ഷൻസ് ആണ്. 300 RPM 400 RPM. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ഓഫ് ചെയ്യാം. അങ്ങനെയാണ് കേട്ടോ. pala ടൈപ്പ് ഓഫ് ബ്രഷുകളുണ്ട്. ഈ പോയിന്റഡ് ബ്രഷ് എന്താ പറയുക, നമുക്കിങ്ങനെ സൈഡിൽ കോർണറിലൊക്കെ എത്താത്ത സ്ഥലങ്ങളുണ്ടല്ലോ, അവിടെയൊക്കെ നമുക്ക് ക്ലീൻ ചെയ്യാൻ. അത് എവിടെ ആയിക്കോട്ടെ, നമുക്ക് ബാത്റൂമിലായിക്കോട്ടെ, കിച്ചണിലായിക്കോട്ടെ, വാഷ് ബേസിനിലായിക്കോട്ടെ, എവിടെയൊക്കെ സ്ഥലങ്ങളുണ്ടോ അവിടെയൊക്കെ ചെയ്യാം. അതുപോലെ തന്നെ പലതരത്തിലുള്ള ബ്രഷുകളുണ്ട്. നമുക്ക് മിറർ ക്ലീൻ ചെയ്യാനുള്ള സ്പഞ്ച് ഉണ്ട്. അതേപോലെ തന്നെ വലിയ വലിയ ഗ്ലാസ്സുകൾ ക്ലീൻ ചെയ്യാനുള്ളതുണ്ട്. പല സാധനങ്ങൾ, വാർഡ്രോബ് ക്ലീൻ ചെയ്യാൻ, അങ്ങനെ നമ്മുടെ കാറ് ക്ലീൻ ചെയ്യാൻ, അങ്ങനെ പല യൂസിന് നമുക്ക് പറ്റും കേട്ടോ. ഇത് USB-C ചാർജിങ് കേബിൾ ആണ്. ഇത് ഇവിടെ ഈ ഒരു മെയിൻ യൂണിറ്റിന് ചാർജിങ് പോർട്ട് ഉണ്ട്. അതിൽ കുത്തി കൊടുക്കുക. പിന്നെ ബാക്കിയുള്ളത് നമുക്ക് ചാർജ് ചെയ്യാൻ വെക്കാം. അതേപോലെ തന്നെ 2500 mAh ബാറ്ററിയാണ് ഇതിലുള്ളത് കേട്ടോ. അപ്പോൾ 3-4 മണിക്കൂർ നമുക്ക് ഫുള്ളി ചാർജ് ചെയ്ത് വെച്ചാൽ 90 മിനിറ്റ് വരെ ഇത് വർക്ക് ചെയ്യും. അതാണ്. അതേപോലെ തന്നെ ഇതിൽ കൂടുതൽ അതിൻ്റെ നീളം കൂട്ടാനുള്ള 2 എക്സ്റ്റൻഷൻ ട്യൂബും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് വെച്ച് കഴിഞ്ഞാൽ കണ്ടോ, ഇത് 2 എണ്ണം വരുന്നുണ്ട്. അതായത് നമുക്ക് കുറച്ച് നീളം മതിച്ച് അങ്ങനെ ചെയ്യാം. അതെല്ലാം നല്ലോണം നീളം കൂട്ടണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം.
ചെയ്യുക. അതായത് ഇപ്പോൾ ബാത്റൂമിൻ്റെ ടൈൽസിൻ്റെ മേലെ അല്ലെങ്കിൽ കിച്ചൻ്റെ മേലെ നിലത്തൊക്കെ നമുക്കിങ്ങനെ കുനിയാതെ കുമ്പിടാതെ കണ്ടോ ഇതുപോലെ നമുക്ക് നല്ലോണം ബ്രഷ് ചെയ്ത് ചെയ്യാം. നമ്മൾ കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല, മാത്രമല്ല നല്ലോണം ക്ലീൻ ആവും ചെയ്യും, ശരിക്കും നല്ല വൃത്തിക്ക് ക്ലീൻ ആവും കേട്ടോ. അതേപോലെ കണ്ടോ ഇതിന് ഒരു സ്റ്റിക്ക് ഓൺ ഹാങ്ങറും കൂടെ ഉണ്ട്. ഇത് നമുക്ക് ഈ ഒരു സാധനം നമുക്ക് തൂക്കിയിടാം. പിന്നെ വരുന്നതാണ് ഈ ഒരു വുളൻ അറ്റാച്ച്മെൻറ്റ് കേട്ടോ. അത് നമുക്ക് നല്ല വുഡിലൊക്കെ നമുക്ക് പോളിഷ് ചെയ്യാൻ, അല്ലെങ്കിൽ ഇതുപോലത്തെ ഗ്ലാസും കാര്യങ്ങളൊക്കെ പോളിഷ് ചെയ്യാൻ കോളിൻ സ്പ്രേ ഒക്കെ യൂസ് ചെയ്തിട്ട് പോളിഷ് ചെയ്യാൻ പറ്റും. വുഡിലാണെങ്കിൽ നല്ല ഭംഗിയിൽ അത് പോളിഷായിട്ട് നിൽക്കും കേട്ടോ. അപ്പോൾ എല്ലാ പ്രോഡക്റ്റിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അങ്ങനെ ബാത്റൂം ക്ലീനിങ് ഇപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇതിൻ്റെ സ്വന്തമാണ്. ഇതുള്ളതുകൊണ്ട് നല്ല ഈസിയാണ്. അതായത് നമ്മളിങ്ങനെ സ്ട്രെയിൻ എടുക്കേണ്ട, അവിടെ നിന്നെടുത്താൽ മതി, എല്ലാ സൈഡും ഒന്ന് ക്ലീൻ ചെയ്യും. ഇവിടെയൊക്കെ ഒന്ന് ചെയ്യുമ്പോൾ ഈ ഒരു സാധനം ഉപയോഗിക്കുമ്പോൾ കുറച്ചും കൂടെ നല്ലതാണ്. പക്ഷെ ഇതൊക്കെ ഞാൻ ടൈൽസൊക്കെ ഞാൻ പറഞ്ഞ പോലെ ഞാൻ മാസത്തിലൊരിക്കലൊക്കെ കഴുകാറുള്ളൂ. പക്ഷെ ഇന്നലെ നമുക്ക് എന്നും ഒന്ന് കഴുകണത് നല്ലതാണ്. ഒന്ന് ഡീപ്പ് ക്ലീൻ ആവാൻ വേണ്ടിയിട്ട് ഒരു ദിവസം ഒരു ബാത്റൂം, അടുത്ത ദിവസം അടുത്ത ബാത്റൂം, അതിൻ്റെ അടുത്ത ദിവസം അടുത്ത ബാത്റൂം, അങ്ങനെ കേട്ടോ ചെയ്യാറ്. സോ എല്ലാം കഴിഞ്ഞു. ഇതൊക്കെ മാറ്റി വെക്കണം. പിന്നെ ഈ ബ്രഷൊക്കെ നന്നായിട്ട് കഴുകാറ്. ഇതിൻ്റെ ഉള്ളിൽ വെള്ളമാവാൻ പാടില്ല. അപ്പം അതുകൊണ്ട് ഇത് സെപ്പറേറ്റ് എടുത്ത് നന്നായി കഴുകിയിട്ട് ഉണക്കി എടുത്ത് വെക്കാം. അങ്ങനെ ചെയ്താൽ മതി. അങ്ങനെ ബാത്റൂമൊക്കെ ക്ലീൻ ചെയ്ത് പിന്നെ നേരെ നന്നായിട്ടൊന്ന് ഷാമ്പൂ ചെയ്ത് കുളിച്ചു. കാരണം ഓൾറെഡി ബാത്റൂമൊക്കെ ക്ലീൻ ആക്കി കഴിഞ്ഞാൽ പിന്നെ ആ ദിവസം നമ്മൾ നന്നായിട്ട് ഉരച്ച് തേച്ച് കുളിച്ച് കഴുകണം. പക്ഷെ എന്നും കഴുകാറുണ്ട്. അപ്പോൾ ഇതേ ഫുഡൊക്കെ റെഡിയാക്കി ഞാൻ എല്ലാതും പിന്നെ ചടപടേന്നായിരുന്നു കേട്ടോ. കുറച്ച് ലേറ്റായി പോയി. നല്ല അടിപൊളി മീൻ കറി ഉണ്ട്, ചോറ്, നല്ല ഒരു ചോറ്റും പാത്രം ഉണ്ട്. ഇതിൻ്റെ കുറച്ച് ചോറ്റും പാത്രത്തിൽ ഊണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൽ ഫിഷ് ഫ്രൈ, പിന്നെ എന്താ പറയുക ചീര ഉപ്പേരി. ഇത്രയാണ് ഇന്നത്തെ ലഞ്ച് എന്ന് പറയുന്നത്. അതൊക്കെ നമ്മൾ ഇടയിൽ കൂടെ തന്നെ ഫാസ്റ്റായിട്ട് ചെയ്തുകൊണ്ട് വലിയ പണിയില്ല. കാരണം ഏറ്റവും എളുപ്പമുള്ള പരിപാടിയാണ് മീൻ കറി എന്ന് പറയുന്നത്. കിച്ചൺ ഞാൻ ഓൾറെഡി ക്ലീൻ ചെയ്തു കേട്ടോ. അപ്പോൾ എൻ്റെ ക്ലീനിങ് ടിപ്സ് ഞാൻ എത്രയോ പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. എന്നാലും ഞാൻ എപ്പോഴും ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പപ്പോൾ കിച്ചൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല. അപ്പം നമ്മൾ തുടയ്ക്കും, കാര്യങ്ങളൊക്കെ ചെയ്യും. പിന്നെ ഓരോ ദിവസം ശരിക്കും പറഞ്ഞാൽ ഡെയിലി 5 minutes എന്നുള്ള ഒരു റൂള് വെച്ചാൽ മതി പറ്റുന്നവർക്ക്. അതല്ല നമ്മൾ രാവിലെ മുതൽ രാത്രി വരെ ജോലിക്ക് പോകുന്നവരാണെങ്കിൽ നമുക്ക് ആരെങ്കിലും ഹെൽപ്പിനൊക്കെ വെക്കാം. അതായത് നമ്മൾ തന്നെ എല്ലാം ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഹെൽപ്പിന് വെച്ചിട്ട് അവരോട് ഒരു ദിവസം ഒരു റൂം, മറ്റേ ദിവസം ഒരു റൂം, അങ്ങനെ 5 minutes ആണ്. അങ്ങനെയാണെങ്കിൽ ശരിക്കും മാക്സിമം 10 minutes മതി. ഞാൻ ചെയ്യണമെന്നാണ് പറയണത്. ഒരു ദിവസം ഒരു റൂം ചെയ്യാം, അടുത്ത ദിവസം അടുത്ത റൂം ക്ലീൻ ചെയ്യാം. അതായത് ഒരു ദിവസം ഫാനാണെങ്കിൽ അടുത്ത ദിവസം മറ്റേ ഗ്ലാസ് കണ്ണാടി തുടയ്ക്കുക, അല്ലെങ്കിൽ വാർഡ്രോബ് തുടയ്ക്കുക, അങ്ങനത്തെയൊക്കെ ചെയ്യാം. കാരണം ഫാന് തുടയ്ക്കുമ്പോൾ പൊടിയൊക്കെ താഴെയാവും. അപ്പം മാറാലും തട്ടാം. നെക്സ്റ്റ് ഡേ അതിൻ്റെ കണ്ണാടി തുടയ്ക്കുക. അപ്പോൾ ഒരു റൂമായി. പിന്നെ അടുത്ത ദിവസം അടുത്ത, അപ്പോഴും ഒരാഴ്ചയുടെ നമ്മുടെ എല്ലാ ഭാഗങ്ങളും ക്ലീൻ ആവും. പിന്നെ ഒരു ദിവസം ഇത്. പിന്നെ ഞാൻ പൂജാമുറി ഇടയ്ക്ക്, പൂജാ റൂമല്ല, നമുക്ക് പൂജ ഇതല്ല, അതിലൊക്കെ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ എണ്ണ ഒഴിച്ചിട്ട് അത് നാശമാവും. അപ്പം ഞാനത് എപ്പോഴും ഇങ്ങനെ വൃത്തിയാക്കാറുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വൃത്തിയാക്കാറുണ്ട്. പിന്നെ മെയിനായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ് കിച്ചണിൽ കേട്ടോ. കിച്ചണിലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ കമൻറ്റുകൾ വരാറ്. കിച്ചൺ ഉപയോഗങ്ങളെ പറ്റി എനിക്ക് ഒരുപാട് കമൻറ്റുകൾ വരാറുണ്ട്. അതിൽ മെയിൻ ക്ലീനിങ്ങിലേക്ക് ഞാൻ കിടക്കാം. അതിന് മുന്നേ കുറേ പേര് ചോദിച്ചിട്ടുള്ള സംഭവമാണ് ക്ലീൻ ചെയ്യുക എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞത് കേട്ടോ. കിച്ചൺ ക്ലീനിങ് ഈസ് വെരി ഈസി ഡെയിലി ചെയ്യുകയാണെങ്കിൽ. അതിൽ വൈറ്റ് നമ്മൾ ഈ ഒരു എന്താ അതിന് പറയുക കൗണ്ടർ ടോപ്പ്, ഇത് വെച്ചപ്പോൾ ഒരുപാട് പേരെൻ്റെ അടുത്ത് ചോദിച്ചതാണ്, ചേച്ചി ഈ വൈറ്റ് പെട്ടെന്ന് കറയാവില്ലേ, അത് നാശാവില്ലേ? ഇപ്പം നമ്മൾ കഴിഞ്ഞ ഓഗസ്റ്റിലല്ലേ കയറിയത്, ഇപ്പോൾ ഡിസംബർ ആയത്. അതായത് ഒരു മാസവും 4 മാസം, ഒരു കൊല്ലം 4 മാസം അല്ലേ? നിങ്ങൾ നോക്കി നോക്കൂ, ഈ വൈറ്റ് പോലെ തന്നെ ഇരിക്കുന്നുണ്ട്, ഒരു തരി പോലും ആവില്ല. അതിനുള്ള കാരണം എന്താ വെച്ചാൽ ഇത് G7 എന്ന് പറയുന്ന ഒരു മെറ്റീരിയലാണ്. ഇത് മാർബിൾ അല്ല, അതായത് ഒരു ആർട്ടിഫിഷ്യൽ മെറ്റീരിയൽ ആണ് കേട്ടോ. അത് നാട്ടിലൊക്കെ ഉണ്ടോയെന്ന് എനിക്ക് ഉണ്ടാവും, ചോദിച്ചു നോക്കും. നമ്മൾ അങ്ങനത്തെ ഒരു ഇതിൽ, അതായത് ഈ ക്വാർട്സ് അല്ലെങ്കിൽ മാർബിളൊക്കെ ആണെങ്കിൽ അവർ പറഞ്ഞു അതിൻ്റെ മുകളിൽ മഞ്ഞപ്പൊടിയും മല്ലിപ്പൊടിയും മുളക് പൊടിയൊക്കെ ഇട്ടാൽ കുറേ കഴിയുമ്പോൾ ആ കളർ അവിടെ വരും. അത് ശരിയാണ് വൈറ്റിൽ. പക്ഷേ ഈ G7 എന്ന് പറയുന്ന ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. അതിൽ എന്ത് തന്നെ വീണാലും കറ വരില്ല. നമ്മൾ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കണം, അതിൽ ഈ തുരുമ്പ് പിടിക്കുന്ന ഈ നമ്മളെ മടാളൊക്കെ വെക്കില്ല, അല്ലെങ്കിൽ കത്തിരി തുരുമ്പ് ചിലപ്പോൾ വരാൻ, പക്ഷെ എനിക്ക് വന്നിട്ടില്ല കാരണം ഞാൻ റിസ്ക് എടുത്തിട്ടില്ല. തുരുമ്പ് ചിലപ്പോൾ വരാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ വെട്ടുക, അതിപ്പോൾ ഏതിലാണെങ്കിലും ആ വെട്ടിയ പാട് വരും. അങ്ങനെയൊന്നും നമ്മൾ ചെയ്യില്ല. കാരണം ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ കത്തിയായിട്ട് അരിയുക, അങ്ങനെയൊക്കെ ചെയ്താൽ ചിലപ്പോൾ പാട് വരും വൈറ്റ്. അതിനേക്കാൾ വൃത്തികേട് ബ്ലാക്കിലാട്ടോ. കാരണം നമ്മുടെ മുന്നത്തെ വീട്ടിലെ ബ്ലാക്കിലാണ് കൂടുതൽ വൃത്തികേട് അറിഞ്ഞിരുന്നത്. ഈ ഒരു മെറ്റീരിയൽ G7 വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല. ഇപ്പം നമുക്ക് ഉണ്ടാക്കുമ്പോൾ
മഞ്ഞപ്പൊടി വീഴും, മുളക് പൊടി വീഴും. അത് നമ്മൾ ഓൾറെഡി നോക്കിയിട്ടാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. നന്നായിട്ട് ഉരച്ച് കഴുകി കഴിഞ്ഞാൽ ഒരു ഇതുണ്ടാവില്ല. ഇപ്പോഴും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. അത് ഞാൻ ഗ്യാരണ്ടി തരുന്നു. G7 എന്ന് പറയുന്ന ഒരു മെറ്റീരിയൽ, അത് ആർട്ടിഫിഷ്യൽ ആണെന്ന് പറഞ്ഞത്. പിന്നെ എപ്പോഴും ഒന്ന് നല്ലത്, ഇവിടെ ചുമരാണെങ്കിൽ ഭയങ്കര വൃത്തികേടായിരിക്കും. കാരണം ഈ തെറിക്കുന്ന സാധനമൊക്കെ ചുമരിലേക്കാണ് തെറിക്കുക. നമ്മൾ അതുകൊണ്ട് തന്നെ അറിഞ്ഞത് കൊണ്ട് ഇവിടെ ടൈൽസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ടൈൽസിലായതുകൊണ്ട് നമുക്ക് കഴുകാൻ എളുപ്പമാണ്. അപ്പോൾ ഇത് മാറ്റ് ഫിനിഷിൻ്റെ ടൈൽസാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഡെയിലി ഈ ഒരു ഭാഗവും ഈ ഒരു ഫേബറിൻ്റെ ആണ് കേട്ടോ ഈ ചിമ്മി വരുന്നത്. ഹോബ് വരുന്നത് കാഫിൻ്റെയാണ്. അത് കുറേ പേര് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കുറേ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ഹോബ് കാഫിൻ്റെയും ഇതും. അപ്പോൾ മീനൊക്കെ ഉള്ള ദിവസമാണെങ്കിൽ ഞാനൊരു ഈ നാരങ്ങയുടെ ഒരു ഇത് വരുന്ന ഒരു ലിക്വിഡ് ഉണ്ട്. അത് നമ്മുടെ ഡൈനിങ് ടേബിളിൻ്റെ മുകളിലും അതേപോലെ തന്നെ ഞാനത് ഒരുപാട് ഷോർട്സിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹൂക്കിയുടെ വരുന്നത്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഇവിടെ സ്പ്രേ ചെയ്യുക, ഇവിടെ സ്പ്രേ ചെയ്യുക, ഇവിടെ സ്പ്രേ ചെയ്യുക. അത് ജസ്റ്റ് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അത് എന്നിട്ട് ഒന്ന് അത് ഡെയിലി അങ്ങനെ അത് വെച്ച് തുടക്കേണ്ട ആവശ്യമില്ല. മീൻ വറുക്കുന്ന ദിവസം ഒരു തരി പോലും മണം ഉണ്ടാവില്ല. കംപ്ലീറ്റ് മണം ഫുള്ളായിട്ട് പോകും. പിന്നെ മാത്രമല്ല ആ ഓയിൽ, അങ്ങനെ ഓയിൽ ഭയങ്കരമായിട്ടുള്ള ദിവസമാണെങ്കിൽ ആ സ്പ്രേ അടിച്ചു കൊടുത്തിട്ട് ചെയ്യുക. അതല്ലാത്ത ദിവസമാണെങ്കിൽ നോർമലായിട്ട് വെള്ളത്തിൽ മുക്കിയിട്ട് ഇവിടെ എന്നും തുടയ്ക്കും കേട്ടോ. പിന്നെ ഭയങ്കര ഡീപ്പ് ക്ലീനിങ് ഒക്കെ ചെയ്യേണ്ട ദിവസമാണെങ്കിൽ ഞാൻ പറഞ്ഞില്ല ഈ അകാരമുണ്ട്. ഇത് പലതരത്തിൽ ഉപയോഗിക്കാം. അപ്പോൾ ഈ ഒരു ഇതിൽ പല സ്ക്രബ്ബറും ഉണ്ട്. ഇതാണ് ഞാൻ കിച്ചണിൽ, അതായത് ഒന്ന് കിച്ചണിൽ ഉപയോഗിക്കുന്നത് മറ്റേതിലേക്ക് ഉപയോഗിക്കണില്ല എന്ന് വിചാരിച്ചിട്ടാണ്. കാരണം കിച്ചൺ എന്ന് പറയുമ്പോൾ ഫുഡ് ഉണ്ടാക്കണം. അതുകൊണ്ട് കിച്ചണിലെ ഈ സാധനം ഇത് കണ്ടോ ഇങ്ങനെ ആവും. അപ്പോൾ ഭയങ്കര ഡീപ്പ് ക്ലീനിങ് വേണ്ട ദിവസമാണെങ്കിൽ നമ്മളിവിടെ സർഫിൻ്റെ ആവശ്യമില്ല. ആക്ച്വലി ആ ലൈമോ അല്ലെങ്കിൽ വിമ്മോ ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ 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 ആക്കി കൊടുത്താൽ ടൈൽസ് ഭയങ്കര അടിപൊളിയാണ്. പക്ഷെ ഇത് വളരെ അപൂർവം. എനിക്ക് മാസത്തിൽ ഒരിക്കലൊക്കെയാണ് ആവശ്യം ഉണ്ടാവുള്ളൂ. കാരണം ഞാൻ എന്നും തുടയ്ക്കുന്ന കാരണം. അപ്പോൾ എന്നും തുടയ്ക്കാൻ പറ്റാത്തവർക്ക് ഇത് ബെസ്റ്റാണ്. ബാത്റൂം പോലെ തന്നെ നല്ല വെട്ടിത്തിളങ്ങും. ഇവിടെയൊക്കെ ചെയ്യാം. ഈ കൗണ്ടർ ടോപ്പിൻ്റെ മേലെയും പിന്നെ ആ കുഞ്ഞ് ബ്രഷില്ലേ അത് നമുക്ക് ഈ ഒരു ഇതിൻ്റെ മേലെയും ചെയ്യാം. ഇവിടെ ഇങ്ങനെ ഇതിപ്പോൾ ബ്ലാക്ക് ആയതുകൊണ്ട് കുഴപ്പമില്ല. അതല്ലാത്തവർക്ക് അതിങ്ങനെ അതായത് സ്റ്റീലിൻ്റെ വരും ഭയങ്കര വൃത്തികേടായിട്ട് വരില്ല. സ്റ്റീലിൻ്റെ ആ ഒരു സംഭവം നമ്മുടെ മുന്നത്തെ വീട്ടിലൊക്കെ ഉണ്ടായിരുന്നു. ഹോബ് അല്ലാതെ നോർമൽ സ്റ്റവിൽ വരുമല്ലോ. അപ്പോൾ അതൊക്കെ ആ കുഞ്ഞെ കൂർത്ത ബ്രഷായിട്ട് നല്ല വൃത്തിയാവും കേട്ടോ എന്തെങ്കിലും ഇത് കൊടുത്താൽ. അപ്പോൾ ഇത് കുറച്ചും കൂടി ഈസിയാണ്. കൈയിട്ട് ഉരയ്ക്കേണ്ട ഒരു സംഭവമേ വരുന്നില്ല. കുറച്ചും കൂടി ഈസിയാണ്. അല്ലെങ്കിൽ നമ്മൾ ഡെയിലി ഇങ്ങനെ ഡെയിലി തുടച്ച് ഇവിടെ ചുമരാണ് എന്നുള്ളവർക്ക് വാൾപേപ്പർ ഒട്ടിക്കുകയായിരിക്കും നല്ലത്. അറ്റ്ലീസ്റ്റ് ഈ ഒരു ഭാഗത്ത് ഒരു ഭംഗിയുള്ളൊരു വാൾപേപ്പർ ഒട്ടിച്ച് എന്താ വെച്ചാൽ തുടച്ച് ക്ലീൻ ആക്കാൻ പറ്റുന്ന വാൾപേപ്പറും വരുന്നുണ്ട്. അപ്പോൾ വാൾപേപ്പർ ഈ ഒരു ഭാഗത്ത് ഒട്ടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടെ നല്ലതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ പിന്നെ ടൈൽസ് ആയതുകൊണ്ട് ഇത് നന്നായിട്ട് ഉരച്ച് കഴുകാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ കിച്ചണിലെ ഒരു ഇത് ഏറ്റവും കൂടുതൽ വരുന്നത് ഗ്ലാസിൻ്റെ കാര്യങ്ങളാണ്. അതായത് നമ്മുടെ എല്ലാ റൂമിലാണെങ്കിലും വാർഡ്രോബ് ഗ്ലാസ് ആണ്, പിന്നെ ഡ്രസ്സിങ് ടേബിൾ ഗ്ലാസ്, പിന്നെ ഫുൾ മിറർ ഗ്ലാസ്, ഇവിടെ ഗ്ലാസ്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് എന്നും ടേക്ക് കെയർ ചെയ്യണം. ഞാൻ പറഞ്ഞില്ല, ഒരു ദിവസം ഒരു റൂം, മറ്റേ ദിവസം അടുക്കള, അത് അങ്ങനെ ഒരാഴ്ച കഴിയുമ്പോഴേക്കും അടുത്ത ആഴ്ച പിന്നെ റൂം. അപ്പോൾ 5 minutes വേണ്ട. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗ്ലാസ്സിൽ പൊടി ഉണ്ടാവില്ല. ഇപ്പം ഞാൻ കാണിച്ച അകാരയുടെ സംഭവം ഉണ്ടല്ലോ, അതിൽ തന്നെ ഗ്ലാസ് തുടയ്ക്കാനുള്ളതൊക്കെ വരുന്നുണ്ട്. പലതരം സ്ക്രബ്ബർ വരുന്നതിൽ ഗ്ലാസ് തുടയ്ക്കാനുള്ളത് വരുന്നുണ്ട്. അപ്പോൾ അതായിട്ടാണ് ഞാൻ തുടയ്ക്കാൻ. ഇപ്പം അതില്ലെങ്കിൽ ജസ്റ്റ് ഒരു ഇതായിട്ട് തുടച്ചാലും മതി, ഒരു സാധാ തുണി. പക്ഷേ ഇത് അതായിട്ട് തുടയ്ക്കുമ്പോൾ എന്താ വെച്ചാൽ പൊടികളൊക്കെ പോകും. പിന്നെ ഇവിടെയൊക്കെ ഫ്ലാറ്റിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ബാൽക്കണിയിൽ കംപ്ലീറ്റ് ഗ്ലാസ് ആണ്. നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഫുൾ എല്ലാ റൂമും ഹോളും അങ്ങനെ ഒരു 4-5 കംപ്ലീറ്റ് ഒരു സൈഡ് മുതൽ മറ്റേ സൈഡ് വരെ ഗ്ലാസ് ആണ്. അപ്പോൾ അത് ഈ സംഭവം വെച്ചിട്ട് തന്നെ തുടയ്ക്കാൻ പറ്റുള്ളൂ. സ്ക്രബ്ബർ യൂസ് ചെയ്തിട്ട് അങ്ങനെ തുടച്ചെടുക്കാനേ പറ്റുള്ളൂ. കാരണം അത് അല്ലെങ്കിൽ നല്ല ഒന്നാമത് ഇവിടെ ഞാൻ പറയാറില്ല, ഇപ്പോഴും പൊടി എന്ന് പറഞ്ഞാൽ ഇവിടെ ഭയങ്കര പൊടി, റോഡ് സൈഡും ഇതൊക്കെ ആയ കാരണം. അപ്പോൾ അതുകൊണ്ട് എല്ലാ ആഴ്ചയും ഓരോ ഗ്ലാസ് വെച്ച് തുടയ്ക്കും. അല്ലെങ്കിൽ ശരിക്കും പൊടിയാണ്, നല്ല പൊടി. നമുക്കിങ്ങനെ ഗ്ലാസ്സിൽ ഒരു 2 ആഴ്ചക്ക് നാട്ടിൽ പോയി വരുമ്പോൾ ശരിക്കും മനസ്സിലാവും ഗ്ലാസ് ഇങ്ങനെ പൊടിയിലാവും. പക്ഷെ എല്ലാ ആഴ്ചയും തുടയ്ക്കണവരെ ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും എല്ലാ ഗ്ലാസും ഭയങ്കര ക്ലീനാണ്. അതിപ്പോൾ ഞാൻ ചിലപ്പോൾ ഇവിടെ ക്ലീനിങ്ങിനെ സഹായിക്കാൻ വരുന്ന കുട്ടി കൊണ്ടാണ് അധികം തുടപ്പിക്കുക. അത് മേലേക്ക് കയറി നിന്നിട്ടൊക്കെ തുടയ്ക്കണമല്ലോ. അപ്പോൾ എല്ലാ ആഴ്ചയും ഒരു ദിവസം അത്രയ്ക്കൊന്നും എൻ്റെ കയ്യിൽ സമയമില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത് എല്ലാം നമ്മൾ തന്നെ, ഇപ്പോൾ ജോലിക്ക് പോകുന്നവരൊക്കെ ആണെങ്കിൽ എല്ലാം നമ്മൾ തന്നെ ചെയ്യണമെന്ന് വാശി പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ആരെങ്കിലുമൊക്കെ ആഴ്ചയിൽ ഒരു ദിവസം അല്ലെങ്കിൽ മാസത്തിൽ ഒരു ദിവസമൊക്കെ നമുക്ക് ഒരാളെ വിളിച്ചിട്ട്, ഈവൻ അർബൻ ക്ലാപ്പ് പോലും എല്ലാം ചെയ്തു തരും. പക്ഷെ എനിക്ക് തോന്നുന്നു അതിന് കുറച്ച് റേറ്റ് കൂടുതലാണ് ആക്ച്വലി. അങ്ങനെ വെറും ഗ്ലാസ് ആണെങ്കിൽ അത്ര റേറ്റ് ഇല്ല. മൊത്തത്തിൽ വീടൊക്കെ 3 BHK ഒക്കെ ആകുമ്പോൾ അത്യാവശ്യം റേറ്റ് ഇവിടെ വരുന്നുണ്ട്. അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ഗ്ലാസ്സിനൊക്കെ തുടയ്ക്കാനൊക്കെ വിളിച്ചാൽ മതി. അപ്പോൾ കുറച്ച് നമ്മുടെ നാട്ടിൽ സംക്രാന്തി പണി എന്ന് പറഞ്ഞാൽ, പക്ഷേ എല്ലാ കൊല്ലത്തിൽ സംക്രാന്തി മാത്രമാകുമ്പോഴേക്കും ഇവിടത്തേക്ക് വീടിൻ്റെ കോലം ഭയങ്കര കഷ്ടമായിരിക്കും. അതുകൊണ്ട് ഞാൻ ഇതിങ്ങനെ ഡെയിലി ഒരു റൂട്ടീൻ പോലെ എടുക്കും. പിന്നെ നമ്മുടെ കിച്ചണിൽ ഏറ്റവും കൂടുതൽ, അതിപ്പോൾ ഈ ഒരു ക്ലീനിങ് ടിപ്പിൻ്റെ ഇടയിൽ കൂടെ പറയേണ്ട വല്ല ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ അറിയില്ല. പക്ഷേ അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോയിൽ ഉറപ്പായിട്ടും ഞാൻ കാണിക്കാം. എന്നാലും ഞാൻ ജസ്റ്റ് പറയാം, അത് പാത്രം ക്ലീൻ ചെയ്യുന്ന ഒരു സാധനമാണല്ലോ.
അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ എൻ്റെ രക്ഷകൻ അല്ലെങ്കിൽ രക്ഷക എന്ന് പറയുന്നത് ഈ ഡിഷ് വാഷറാണ്. അത് ഭയങ്കര ഉപയോഗം. അതല്ലാതെ നമുക്ക് നോൺ സ്റ്റിക്ക് അതുപോലെ കാസ്റ്റേൺ അങ്ങനത്തെ ഒക്കെ നമ്മൾ കൈകൊണ്ട് കഴുകണം. ചട്ടി ഇതൊക്കെ നമ്മൾ കൈകൊണ്ട് കഴുകണം. പക്ഷെ എന്നാൽ പോലും എത്ര ഉണ്ടാവും അറിയോ, പാത്രങ്ങൾ ഒരുപാടുണ്ടാവും. അത് മാത്രമല്ല ഇങ്ങനത്തെ പാത്രങ്ങളൊക്കെ നല്ല സ്റ്റീലിൻ്റെ പാത്രങ്ങളൊക്കെ വെട്ടിത്തിളങ്ങും കേട്ടോ, ഒരു രക്ഷയില്ല, നല്ല രീതിയിൽ വെട്ടിത്തിളങ്ങും. പക്ഷെ ഇങ്ങനത്തെ ബാക്കിൽ ഈ കളറ് വരുന്ന, ഇതിപ്പോൾ നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് കൈകൊണ്ട് കഴുകണം. ബാക്കിൽ ഈ കളറ് വരുന്ന പാത്രങ്ങളാണെങ്കിൽ ചിലപ്പോൾ കളറ് പോകാൻ ചാൻസ് ഉണ്ട്, കോട്ടിങ്. അപ്പം അതുകൊണ്ട് അങ്ങനത്തെ ഒന്നും ഇടാതിരിക്കുകയായിരിക്കും. പക്ഷെ വലിയ കുഴപ്പമില്ല, പോയാലും എന്നുണ്ടെങ്കിൽ ഇടാം, അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതാണ് എൻ്റെ കിച്ചണിലെ പരിപാടി. പിന്നെ മെയിനായിട്ട് നമ്മുടെ ഫ്രിഡ്ജ് മാഗ്നറ്റ്സ്. അപ്പം നമുക്ക് ഈ ഒരു ഫ്രിഡ്ജ് മാഗ്നറ്റ്സ് അവിടെ സൗണ്ട് കേൾക്കുന്നത് ഡിഷ് വാഷറിൻ്റെ ആണ് കേട്ടോ, ഭയങ്കര ശബ്ദം തന്നെ. നമ്മുടെ ഈ ഫ്രിഡ്ജ് മാഗ്നറ്റ്സ് നമുക്കൊരു ക്രേസായി മാറിയിട്ടുണ്ട്. അപ്പം നമ്മുടെ ഇവിടുത്തെ സ്പേസ് ഓൾമോസ്റ്റ് കഴിഞ്ഞ് നമ്മൾ ഫ്രണ്ടിലേക്ക് വെച്ച് തുടങ്ങി. ഇത് രംഷട്ടെ കുറേ അല്ല, ഒരു ഇതൊക്കെ ചൈനയിൽ പോയി വന്നപ്പോൾ വാങ്ങിക്കൊണ്ടതാണ് കേട്ടോ. അപ്പം ഇത് ക്ലീൻ ചെയ്യാന്നുള്ളത് ഒരു ഇത്തിരി റിസ്ക് ഉള്ള പരിപാടിയാണ്. കാരണം ഇത് ഫ്രിഡ്ജ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യുമ്പോൾ ഇതിലിപ്പോൾ അന്ന് ഏതൊക്കെയോ 1-2 വീട് തവിട് ഓടിയായി. അപ്പോൾ അതുകൊണ്ട് ഇത് ഞാൻ അധികം തൊടാറില്ല, ഒരു റിസ്കി ഏരിയ ആയത് കാരണം. എന്നാലും ഇങ്ങനെ മെല്ലെ മെല്ലെ ഓരോന്ന് അതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ ചെയ്ത് കുറച്ച് ക്ലീൻ ചെയ്യുക. ഫ്രിഡ്ജ് പിന്നെ പറഞ്ഞ പോലെ എല്ലാ ആഴ്ചയും അല്ലെങ്കിൽ 2-3 ദിവസം കൂടുമ്പോൾ നമ്മൾ വെജിറ്റബിൾസ് വാങ്ങില്ല. അപ്പോൾ അതൊക്കെ നേരെയാക്കുന്ന സമയത്ത് അങ്ങനെ 2-3 ഡേയ്സ് കൂടുമ്പോൾ ഫ്രിഡ്ജ് ഇങ്ങനെ ക്ലിയർ ചെയ്തുകൊണ്ടേയിരിക്കും. 2-3 ദിവസം കൂടുമ്പോൾ നോക്കിയറിയാം ഒരു ലോഡ് ബാക്കി വന്ന സാധനങ്ങളുണ്ടാവും. മിക്കതും നെക്സ്റ്റ് ഡേ കഴിച്ച് തീർക്കുമ്പോൾ എന്നാലും ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് ഒന്ന് ക്ലിയർ ചെയ്യുക, അല്ലെങ്കിൽ അതിലുള്ള ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യാറ്. പിന്നെ നമുക്ക് പറഞ്ഞ പോലെ ചെറിയൊരു കിച്ചണിൻ്റെ ഒരു സ്പേസ് ആയ കാരണം മാക്സിമം നമ്മൾ ബാൽക്കണിയിലാണ് കൂടുതൽ സാധനങ്ങൾ വെച്ച് ചെയ്തിട്ടുള്ളത് കേട്ടോ. ബാൽക്കണിയിലാണ് നമ്മുടെ ഈ നോർമൽ നമ്മുടെ നാട്ടിൽ വടുക്കോറത്താണ് ഇങ്ങനത്തെ കച്ചറ സാധനങ്ങളൊക്കെ വെക്കുക. നമുക്ക് ഡെയിലി യൂസിന് ആവശ്യം താനും, പക്ഷെ എന്നാൽ നമ്മൾ അടുക്കളയിൽ കയറ്റാത്ത കുറേ സാധനങ്ങളൊക്കെ നമ്മളിങ്ങനെ വടുക്കോറത്തല്ലേ വെക്കുക. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഒരു കിച്ചണിലെ ബാൽക്കണിയിൽ ഒരു ചെറിയ സെറ്റപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവിടെ കുറേ ഇങ്ങനത്തെ പല സെറ്റപ്പുകളും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. വേറെ ഒന്നല്ല, ഇങ്ങനെ കുറേ എക്സ്ട്രാ സാധനങ്ങൾ. അപ്പം നമുക്ക് അതും കൂടെ നോക്കാം. അപ്പം നമ്മളിവിടെ ബ്ലൈൻഡ്സ് ഇട്ടിരിക്കുന്നതെന്ന് വെച്ചാൽ ഭയങ്കര വെയിലടിക്കും. അപ്പോൾ ആ ഒരു വെയിലിന് ഒരു ശമനം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു റീസൺ. ഉച്ച നേരത്തൊക്കെ ഒരു സുഖം ഉണ്ടാവും. പിന്നെ രണ്ടാമത്തെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഷൂട്ടിങ്. ഞാൻ ഏറ്റവും കൂടുതൽ രാവിലെ മുതൽ എനിക്ക് തന്നെയാണോ പണി, ഷൂട്ടിങ്. അപ്പോൾ അതുകൊണ്ട് എന്താ പറയുക, ഈ ഒരു സാധനം ഞാൻ കാണിച്ചു തരാം. എന്നെ കാണുക പോലില്ലേ, തുറന്ന് കാണിച്ചു തരാം. കണ്ടോ, ഇതാണ് ഇതിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. ഭയങ്കര ഇതാവും. പക്ഷെ അവിടുന്ന് ഷൂട്ട് ചെയ്യുമ്പോൾ ഭയങ്കര അടിപൊളിയാണ്, നല്ല വെയിലും കാര്യങ്ങളും. അപ്പോൾ അതും ചെയ്യാറുണ്ട്. പക്ഷെ എപ്പോഴും ഞാൻ ഇവിടെ വെച്ചിട്ടാണ് അധികം ഷൂട്ട് ചെയ്യാറ്. അപ്പോൾ രാവിലെയും വൈകുന്നേരം ആണെങ്കിൽ നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മളിത് ഇടാറില്ല. രാവിലെയും ഏർലി മോർണിംഗിൻ്റെയും ഒരു 11-10 മണി വരെ ഇടേണ്ട ആവശ്യമില്ല. ഒരു വൈകിട്ടൊരു 5 മണിക്ക് ശേഷം ഇടേണ്ട ആവശ്യമില്ല. പക്ഷെ അതുവരെ ഇതിട്ടില്ലെങ്കിൽ ഭയങ്കര. പിന്നെ അടുത്തത് നല്ല വെയിലടിക്കും. അപ്പം ചിലപ്പോൾ ഉച്ച നേരത്തെ ഞാനൊന്ന് താഴ്ത്തിയിടും, അതാണ് മെയിൻ. പിന്നെ ഒരു ഗുണം എനിക്ക് തോന്നിയിട്ടില്ല എന്താ വെച്ചാൽ, ഇവിടെ എവിടെയും ലൈറ്റ് ഇടേണ്ട ആവശ്യമില്ല. എല്ലാ റൂമിലും നല്ല വെട്ടവും വെളിച്ചമുണ്ട്. അത് ഭയങ്കര ഒരു ഇതാണ്, എന്താ പറയുക, ഭയങ്കര ഒരു പോസിറ്റീവാണ്. എല്ലായിടത്തും ഭയങ്കര വെളിച്ചം കൂടുതലുണ്ടെങ്കിലേ ഉള്ളൂ പറഞ്ഞില്ലേ, നമ്മൾ ഭയങ്കര തിക്ക് കേർട്ടൻസ് ഒക്കെയാണ് ഇട്ടിരിക്കുന്നത്. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വീട് മൊത്തം ഭയങ്കര വെളിച്ചമുള്ള വീട് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ നട്ടപ്ര വെയിലത്ത് എന്ന് പറയില്ല. ഇപ്പോൾ ഈ സൂര്യൻ ഇങ്ങോട്ട് കറക്റ്റ് വരുന്ന സമയമായതുകൊണ്ട് നല്ല വെയിലാണ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മളവിടെ വലിയ ചെടികൾ വെച്ചത്. അപ്പോൾ കുറച്ചൊരു ആശ്വാസം ഹോളിലുണ്ട്. പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം, അല്ലെങ്കിൽ സൺടാൻ അടിച്ച് കരിഞ്ഞു പോകും ഞാൻ. അപ്പോൾ ഇതാണ് നമ്മുടെ, ഞാൻ മുന്നേ കാണിച്ചിട്ടുണ്ട് നമ്മുടെ എല്ലാ കച്ചറകളും വെക്കുന്നത്. ഈ ഒരു ഏരിയ നിങ്ങൾ നോക്കേണ്ടത് രംഷേൻ്റെ ഐഡിയ കൂടെ കാണിച്ചിട്ടുണ്ട്. എന്താ പറയുക, ഹാങ്ങർ തൂക്കിയിട്ടില്ല. എന്തിനാന്ന് വെച്ചാൽ ഇതൊക്കെ എൻ്റെ ഓരോ, അതായത് ഇത് ഫാന് തുടയ്ക്കാനുള്ള തുണി, ഇത് ഇങ്ങനെ TV തുടയ്ക്കാനുള്ള തുണി, പിന്നെ ഇവിടെ 2 ഉണ്ട്. അപ്പോൾ ഓരോന്നിൻ്റെ കൂടെ മുട്ടിക്കാൻ പാടില്ലല്ലോ. അപ്പോൾ ഞാൻ പറയൂ, ഇതൊക്കെ എന്ത് ചെയ്യും, ഈ ബാൽക്കണിയിൽ ഇങ്ങനെ വെതറിട്ട് എന്ത് വൃത്തികേടാ. അപ്പോൾ രണ്ടുകൂടെ വെയിറ്റ് ഒരു ഐഡിയ ഉണ്ട്. ഹാങ്ങറുകൾ ഇങ്ങനെ താഴത്തേക്ക് തൂക്കിയിട്ടിരിക്കുക. സംഭവം അടിപൊളി ഐഡിയ കേട്ടോ. ഓക്കെ, ഒരു കച്ചറ ഏരിയ അല്ലേ, ഇവിടെ പാരുന്നല്ലേ. എന്നാലും നമ്മൾ പിന്നെ ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഈ ലൈസോള് ഈ വക സാധനങ്ങളൊക്കെ നമ്മൾ വെക്കുക. പിന്നെ ചേരക, മടാള്, സർഫ്, വിമ്മ്, ചൂല്, മോപ്പ്, പിന്നെ ഈ സാധനം. ഇത് ഭയങ്കര അടിപൊളി സാധനമാണ്. നിങ്ങൾക്ക് അറിയണ്ടാവും, ഞാൻ കാണിച്ചു തരാം ക്ലോസപ്പ്. ഇത് ഫുള്ള്
കവറുകളില്ലേ, നമ്മുടെ എല്ലാ കവറുകളും ഐക്യന്ന് വാങ്ങിയത്, അത് കുറേ വർഷം മുന്നേ വാങ്ങിച്ചതാണ്. അത് ഇങ്ങനെ അതിങ്ങനെ അവിടെ സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ കവറുകളും നമുക്ക് കിട്ടും. പിന്നെ ഈവനിങ്ങിൽ ഭയങ്കര രസമായിട്ടോ ഇവിടെ സൺസെറ്റ് അവിടെ കിട്ടും. നല്ല സൺസെറ്റിൽ ഇങ്ങനെ ചായ കുടിച്ച് ഹായ്. എനിക്ക് ഏറ്റവും ഇഷ്ടം 4 മണിയാണ്. 4 മണിയാവട്ടെ എന്നിട്ടാണ് ചായ ഉണ്ടാക്കാൻ ഒരു ഗ്ലാസ്. പിന്നെ അതേപോലെ ആ സൈഡിലും ചെയ്തിട്ടുണ്ട്. അവിടെ ഫുൾ രമേശേട്ടൻ്റെ കച്ചറയാണ്. പെയിൻറ്റിൻ്റെ ഡബ്ബ, പിന്നെ എന്തൊക്കെയോ കച്ചറ സാധനങ്ങൾ മുഴുവൻ അവിടെ ഒരു കച്ചറയുടെ ഉള്ളത്. വീട്ടിനുള്ളിൽ കടത്തില്ല, അതുകൊണ്ട് പുറത്ത് വെച്ചിരിക്കുന്നത്. അതാണ് ഞങ്ങളുടെ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത്. കച്ചറയാണെങ്കിലും പുറത്തുനിന്ന് കണ്ട ആർക്കും കച്ചറ തോന്നില്ല, കാരണം എല്ലാം ഇതിൻ്റെ ഉള്ളിലല്ലേ. അപ്പം അടിപൊളിയാണ്. ബാക്കിയുള്ളടത്തൊക്കെ പൂ വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. ക്ലീനിങ് ആക്ച്വലി ഭയങ്കര ഈസി ആയിട്ടുള്ളൊരു, അത്ര ഈസി ഒന്നല്ല, പക്ഷേ എന്നാലും നമ്മൾ ഡെയിലി ഒരു 5 മിനിറ്റ്സ് മാറ്റി വെച്ചാൽ, എനിക്ക് സാറ്റർഡേ സൺഡേ ഒട്ടും സമയം കിട്ടില്ല. ബാക്കിയുള്ള ദിവസമൊക്കെ ഞാൻ ഒരു 10 മിനിറ്റ്സ് മാക്സിമം ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒഴിക്കും. പിന്നെ കിച്ചൺ എന്നും ക്ലീൻ ചെയ്ത് രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരം ജസ്റ്റ് ഒന്ന് തുടയ്ക്കും. കാരണം ഓരോ പ്രാവശ്യം ഭക്ഷണം ഉണ്ടാക്കി കഴിയുമ്പോൾ ഞാനൊന്ന് തുടച്ചെടുക്കും കേട്ടോ. അതൊന്നും ഞാൻ പറഞ്ഞ ലെമണിൻ്റെ ആ സ്പ്രേ നല്ല അടിപൊളിയാണ്. അത് തീരാ മണം, മീനൊക്കെ വറുത്ത ദിവസമാണെങ്കിൽ ഒട്ടും മണം ഉണ്ടാവില്ല. ഭയങ്കര സൂപ്പറാണ്. വീട്ടിൽ എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്തൊരു പരിപാടി ഇത് മാത്രമാണ്. അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? മടക്കി വെക്കുക. എനിക്ക് സാധാരണ ഇത് മിത്തുക്കുട്ടിയാണ് ചെയ്തു തരാറ്, കാരണം എനിക്ക് അത്ര മടിയാണ്. ബാക്കി ഞാൻ എന്തും ചെയ്യും. എനിക്ക് ബാത്റൂമിൽ ക്ലീൻ ചെയ്യാറ് ഭയങ്കര ഇഷ്ടം. പക്ഷെ മടക്കി വെക്കുക എന്നുള്ള, മിക്കവാറും ദിവസം പാവം മിത്തുക്കുട്ടി വന്നിട്ട് വൈകുന്നേരം അവളാണെങ്കിൽ അടിപൊളി ഇങ്ങനെ അയേൺ ചെയ്ത പോലെ മടക്കി വെക്കും കേട്ടോ. ഭയങ്കര രസമാണ് കാണാൻ. അപ്പോൾ ചില ദിവസം പാവം സമയം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഇന്നലെ സമയമില്ലാത്ത ദിവസമായിരുന്നു മടക്കി വെച്ചു. അപ്പോൾ ഇന്നലെ ഈ റൂം ക്ലീൻ ചെയ്ത ദിവസമായിരുന്നു ഇന്നലെ. അതുകൊണ്ടാണ് ഇതിലെ ബെഡ്ഷീറ്റ്. അപ്പോൾ അതായത് പറയാം, എവറി വീക്ക് നമ്മൾ ഓരോ റൂം ക്ലീൻ ചെയ്യുമ്പോൾ ഇതുണ്ടോ, ഈ ബെഡ്ഷീറ്റ് ഞാനിപ്പോൾ ഇന്നലെ അതുകൊണ്ട് എടുത്ത് കഴുകിയിട്ടു. ഇപ്പോൾ ഇന്നിപ്പോൾ ഇത് മടക്കി വെക്കണം. അപ്പോൾ ഇന്നലെ ഇതിൻ്റെ ഈ ഗ്ലാസ്, അത് ആ വാർഡ്രോബിൻ്റെ ഫുൾ ഗ്ലാസ്, പിന്നെ ഈ ഓൾവേസ് എഴുതിയത്, പിന്നെ ഈ ഫാന്, അത് എല്ലാം ചെയ്യും. അപ്പോൾ ഇന്നലത്തെ ദിവസം ഈ ഇത് ചെയ്യലായിരുന്നു. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ദിവസം അതിൻ്റെ ബെഡ്ഷീറ്റും അതിൻ്റെ എല്ലാം മാറ്റും, എല്ലാ വിരിപ്പും എല്ലാ കാര്യങ്ങളും മാറ്റും. കാരണം ഈ ഗ്ലാസ് വാർഡ്രോബ് ആയതുകൊണ്ട് ഇത് ഇങ്ങനെ മിത്തു എപ്പോഴും കൈ പിടിച്ചിട്ട് ഇതാക്കുമ്പോൾ എല്ലാ ആഴ്ചയും അതൊന്ന് ക്ലീൻ ചെയ്യേണ്ട ആവശ്യമുണ്ട് കേട്ടോ. പിന്നെ ഇത് മടക്കി വെച്ച് ഇവിടേക്ക് ഒന്ന് വിരിച്ച് റെഡി ആകുമ്പോൾ ഈ ബെഡ് സെറ്റാവും. അപ്പം ഞാൻ ക്ലീൻ ചെയ്യണ ഷോർട്സും കാര്യങ്ങളൊക്കെ പറ്റണ പോലെ ഇങ്ങനെ എന്തൊക്കെയാണ് യൂസ് ചെയ്യാറ് എന്നൊക്കെ ഇങ്ങനെ കാണിച്ചിട്ട് ഞാൻ പറ്റണ പോലെ ഷോർട്സ് ഇടാം. അപ്പം നിങ്ങൾക്ക് വേണോ എന്നുള്ളത് പറയൂ. എന്തെങ്കിലും ക്ലീനിങ് ടിപ്സോ കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പറയൂ, അതും ചെയ്യാം. മെയിനായിട്ട് തന്നെയുള്ളൂ ഡെയിലി 5 മിനിറ്റ്സ് റൂളാണ് നമ്മൾ വെക്കുന്നത്. അപ്പോൾ അതാ ഒരുവിധം നമ്മുടെ ക്ലീനിങ് പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞാൻ കിടക്കാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം ഞാൻ ഫുള്ളായിട്ട് അങ്ങനെ ക്ലീനിങ് ഞാൻ പറഞ്ഞ പോലെ പറഞ്ഞോന്ന് എനിക്കറിയില്ല. എന്തായാലും ഞാൻ ഷോർട്സിലൂടെ കുറച്ച് ക്ലീനിങ് ടിപ്സും കാര്യങ്ങളൊക്കെ ഇനി പറഞ്ഞ പോലെ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ തൽക്കാലം ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിശ്വസിക്കുന്നു. ബൈ.